ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിന്റെ പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ച് വിദർഭയുടെ മലയാളി ക്രിക്കറ്റർ കരുൺ നായർ. വിജയ് ഹസാരെ ട്രോഫിയിൽ വിദർഭയുടെ ക്യാപ്റ്റൻ കൂടിയായ കരുണിന്റെ നേട്ടം നടന്നത്. ഉത്തർപ്രദേശിനെതിരായ മത്സരത്തിനാണ് ചരിത്ര നേട്ടവുമായി കരുൺ പുരസ്കാരത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ടൂർണമെന്റിലെ തുടർച്ചയായ 3ാം സെഞ്ചുറിയാണ് കരുൺ കുറിച്ചിട്ടത്. താരം 112 റൺസ് നേടി. അവസാന 4 മത്സരങ്ങളിൽ നിന്നും ആദ്യമായിട്ടാണ് താരം പുറത്താകുന്നത്. മത്സരത്തിൽ 70 റൺസ് കടന്നപ്പോൾ ലിസ്റ്റ് എയിൽ വിക്കറ്റ് നഷ്ടമാകാതെ തുടർച്ചയായി 500 റൺസ് എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കാൻ കരുണിന് സാധിച്ചു. പിന്നാലെ മുൻ ന്യൂസിലാൻഡ് താരം ജെയിംസ് ഫ്രാങ്ക്ലിൻ നേടിയ 527 റൺസിന്റെ റെക്കോർഡ് കരുൺ തകർത്തു. 2010-ലായിരുന്നു ഫ്രാങ്ക്ലിന്റെ നേട്ടം. ടൂർണമെന്റിലുടനീളം 33-കാരൻ തകർപ്പൻ ഫോമിലാണ്. ജമ്മു കാശ്മീരിനെതിരെ പുറത്താകാതെ 112 റൺസാണ് കരുൺ നേടിയെടുത്തത്. ഇതിന് പിന്നാലെയാണ് ഛത്തീസ്ഗഡിനെതിരെ പുറത്താകാതെ 44 റൺസ് നേടിയത്. പിന്നീട് സെഞ്ചുറികൾ തുടർച്ചയായി നേടി കരുണിന്റെ ഫോം പരിയമത്തിലെത്തി. അദ്ദേഹത്തിന്റെ സ്ഥിരതയാണ് 16 പോയിന്റുമായി ഗ്രൂപ്പ് ഇയിൽ 1ാം സ്ഥാനത്ത് നിലനിർത്താൻ വിദർഭയെ സഹായിച്ചത്. കരുണിന് ഇപ്പോൾ 7 ലിസ്റ്റ് എ സെഞ്ചുറികളുണ്ട്. അതിൽ 4 8 ദിവസത്തിനുള്ളിലാണ് നേടുന്നത്. കരുണിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കരിയറിലെ ഒരു നിർണായക സമയമാണിത്. 2 സീസണുകളിലായി IPL ലേലത്തിൽ ആരും എടുക്കാതെ പോയതിനു ശേഷം അടുത്തിടെ IPL-ൽ 2025 മെഗാ ലേലത്തിൽ 50 ലക്ഷം രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തെ സ്വന്തമാക്കി. 2016-ൽ ഇംഗ്ലണ്ടിനെതിരെ ട്രിപ്പിൾ സെഞ്ചുറിയുടെ പേരിലാണ് കരുൺ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ സാങ്കേതിക തികവിന്റെ തെളിവാണ്. ഉത്തർപ്രദേശിനെതിരെ 308 റൺസ് എന്ന വെല്ലുവിളി നിറഞ്ഞ വിജയലക്ഷ്യം പിന്തുടർന്ന വിദർഭയ്ക്ക് 112 റൺസ് എടുത്ത കരുണിന്റെ പ്രകടനം ഗുണം ചെയ്തിരുന്നു. യാഷ് റാത്തോഡും വിദർഭയ്ക്കായി സെഞ്ചുറി നേടി. 8 വിക്കറ്റിന്റെ ജയമാണ് വിദർഭ സ്വന്തമാക്കിയത്.